നമസ്കാരം, ഞാൻ അനന്തലക്ഷ്മി, തനിമ എക്സ്ക്ലൂസീവ്. കാട്ടാക്കടയുടെ ഹൃദയഭാഗത്തിലൂടെ ഒഴുകുന്ന ഒരു കൈത്തോടിന്റെ ദയനീയമായ അവസ്ഥയാണ് ഈ കാണുന്നത്. ഒരു സമയത്ത് ഈ തോട്ടിലൂടെ ഒഴുകുന്ന വെള്ളത്തിൽ കുളിക്കുകയും കളിക്കുകയും കുടിക്കുവാൻ ഉൾപ്പെടെ എടുത്തിരുന്ന കാലങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഈ കൈത്തോടിന്റെ അവസ്ഥ സെപ്റ്റിക് മാലിന്യം ഒഴുകുന്ന അഴുക്കുചാലായി മാറിയിരിക്കുകയാണ്. കളർ മാറ്റമുണ്ട്, ഭയങ്കര സ്മെല്ലാണ്, വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റില്ല, നമുക്ക് ഭക്ഷണം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഈ നാറ്റവും സ്മെല്ലും കാരണം വെച്ചാൽ ഹോട്ടലിലുള്ള മൊത്തം അഴുക്ക് ബാത്റൂമിൻ്റെത് എല്ലാ വേസ്റ്റുകളും ഈ തോട് വഴിയാണ് പോകുന്നത്. വേസ്റ്റിൻ്റെ വെള്ളം വന്നു തുടങ്ങി അന്ന് തൊട്ട് സ്മെല്ലാണ്. അതേപോലെ കൊതുകിൻ്റെ ശല്യവും ഉണ്ട് നമുക്ക്. ഇവിടുത്തെ വാർഡ് മെമ്പറടുത്ത് പറഞ്ഞായിരുന്നു. വാർഡ് മെമ്പറടുത്ത് പറഞ്ഞ് അതൊക്കെ മെമ്പർമാരൊക്കെ വന്ന് അവരെല്ലാവരും നോക്കിയിട്ട് പോയി. അവര് തീരുമാനം ഉണ്ടാക്കാന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. വെള്ളട്ടൊന്നും ആരും പോകത്തില്ല. നമുക്ക് ഇത്രയും ഭാഗത്താണ് വലിയ ബുദ്ധിമുട്ട്. ഈ തോട് ഇത്രയും മലിനജലം ആവൂലായിരുന്നു. കാരണം ഒരു ഹോട്ടൽ വന്നതിന് തുടങ്ങിയ ശേഷമാണ് ഈ മലിനജലം വീഴുന്നത്. ഞങ്ങളെ കൊച്ചുനാളിലെ ഇവിടെ നീന്തിയും കളിച്ചും ഈ തോട്ടിലിറങ്ങി മീൻ പിടിച്ചും നടന്നവരാണ് ഈ നാട്ടിലുള്ള എല്ലാവരും സർവ്വം. ഇപ്പോൾ ഈ തോട്ടിലെ വെള്ളത്തിൽ തൊടാനോ ഇരിക്കാനോ നമുക്ക് കഴിയാത്ത അവസ്ഥ. ഒരു കിണർ കുത്താൻ നിവർത്തിയില്ല, ഒരു കക്കൂസൂടി എടുക്കാൻ നിവർത്തിയില്ല. ഉള്ള കിണറ്റിൽ പോലും ഈ ഊറ്റിറങ്ങുന്നു. പിന്നെ തിരിച്ച് കൃഷിയിടങ്ങളിലേക്ക് കൃഷി ചെയ്യാനോ അവർക്കാർക്കും ഒരു വെള്ളം കൂടിയിരുന്ന അവർക്ക് വരെ പകർച്ചവ്യാധി സംഭവിക്കുന്നു. പഞ്ചായത്തിൻ്റെ ആൾക്കാർ വന്ന് പരിശോധിച്ച് പഞ്ചായത്തിൻ്റെ പല രീതിയിൽ ഞങ്ങൾ പല പ്രസിഡന്റിനെ കണ്ടു, സെക്രട്ടറിയെ കണ്ടു, അപേക്ഷകൾ കൊടുത്തു, മെമ്പറെ കണ്ട് സംസാരിച്ചു. എല്ലാവരും വന്ന് നോക്കാം, പരിഹരിക്കാം എന്നുള്ള പറയുന്നതല്ലാതെ ഇവരാരും തിരിഞ്ഞു. MLA വരെ കണ്ടു നോക്കി, അവരും പറ്റുന്നില്ല. അദാലത്തിൽ കൊടുത്തു. ഇവിടെ എത്ര കുടുംബങ്ങളുണ്ട് ഈ പരിസരത്ത് താമസിക്കുന്നത്? ഈ പരിസരത്തിലെല്ലാം കൂടി ഇപ്പോൾ ഒരു 10-35 പേരിൽ കൂടി. ഇത് ഏത് വാർഡാണിത്? ഇത് കാട്ടാക്കട വാർഡ്. ഇവിടുത്തെ വാർഡ് മെമ്പറിൻ്റെ ഒരു ഇടപെടൽ എങ്ങനെയാണ്? വാർഡ് മെമ്പർ ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ജയിപ്പിക്കുകയാണെങ്കിൽ ഇതിനുള്ള കാര്യങ്ങളെല്ലാം പരിഹരിക്കാമെന്നും പറഞ്ഞുകൊണ്ടാണ് വാർഡ് മെമ്പർ ചെയ്തത്. ഇപ്പം വാർഡ് മെമ്പർ നമ്മളെ തിരിഞ്ഞു പോലും നോക്കി. ഈ തോടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുളിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ. അതായത് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ തന്നെ ഇവിടെ വന്ന് കുളിക്കുകയും ചെയ്ത് കാലങ്ങൾ കഴിഞ്ഞ് ഇവിടെ പുരോഗമനത്തിൻ്റെ വക്കിൽ വന്നപ്പോൾ അതിന് ഹോട്ടലുകൾ വന്നു, മറ്റ് കടകൾ വന്നു. അപ്പോഴവരുടെ മൂത്രവും മറ്റവും മലമൂത്രം വിസർജനങ്ങൾ നടത്തുന്നത് ഇതുവഴിയായി ഞങ്ങൾക്ക് കുടിക്കാനോ കുളിക്കാനോ ഞങ്ങൾക്ക് മിച്ചമെന്ന് പറഞ്ഞാൽ രോഗം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ കഴിയാൻ പറ്റിയാണ് ഞങ്ങൾ വീടും ഉപേക്ഷിച്ച് ഞങ്ങൾ പല സ്ഥലങ്ങളിലേക്കും മാറേണ്ട അവസ്ഥ വന്നു. ഇവിടെ കിടക്കുന്നത് ഏറെക്കുറെ ദാരിദ്ര്യവാസികളാണ്. ഞങ്ങളുടെ സ്വന്തം കഴിവിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് പഞ്ചായത്ത്, ഗവൺമെൻറ് മറ്റുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇത് അശുദ്ധമായ ജലം ശുദ്ധജലമാക്കി തരിക എന്നുള്ള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹോട്ടലിൻ്റെ വേസ്റ്റുകളുണ്ട്, മൂത്രമുണ്ട്, മലവിസർജനമുണ്ട്. കൂടുതൽ കഫം ആണ് ഹോട്ടലിൽ നിന്നൊക്കെല്ലാം വരുന്നത്. ഇതാണ് മുഖ്യമായ പല രോഗങ്ങളാണ് ഇവിടെ വരുന്നത്. അതായത് ഈ കൊറോണ സമയത്തെന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചിട്ട് വരുന്നത് അത് തന്നെയാണ് ഞങ്ങളിവിടെ കുടിക്കുന്നതും കുളിക്കുന്നതും ഒക്കെ ആയിരുന്നത് ഈ അടുത്ത കിണറുകളിൽ. അത് ഞങ്ങൾക്ക് രോഗം പഠിച്ചതുകൊണ്ടാണ് കുറേ പേര് ഇവിടെ നിന്ന് വിട്ടുമാറേണ്ടി വന്നത്. ഞങ്ങൾ അനേക സ്ഥലങ്ങളിലേക്ക് സ്വന്തം വീടുകളൊന്നുമല്ല മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് താമസിക്കുന്നു, വാടകയ്ക്കായിട്ടും മറ്റായിട്ടും. അത്രയാണ് ഞങ്ങൾക്ക് പറയാം. ഞങ്ങളെ നിവർത്തികേട് കൊണ്ട് ഞങ്ങളിവിടെ കഴിഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. സംഭവത്തെക്കുറിച്ചുള്ള കാട്ടാക്കട MLA പ്രതികരണം ഇങ്ങനെയാണ്. സ്വപ്ന പദ്ധതികൾ ഒന്നാണ് തീർത്ഥടം ജലസംരക്ഷണ പദ്ധതി. കുളത്തുമൽ തോട് സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ബോധവൽക്കരണത്തിനായി ജലനടത്തം ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്. ലക്ഷങ്ങൾ മുടക്കി സംരക്ഷിച്ച തോട്ടിലേക്കാണ് ഈ മാലിന്യം ഒഴുകിയെത്തുന്നതായി അറിഞ്ഞത്. വളരെ ദയനീയമായ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ജലം സംരക്ഷിക്കേണ്ടവർ തന്നെ കൈത്തോടുകളും തണ്ണീർത്തടങ്ങളും നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ കർശനമായ നടപടിക്ക് വിധേയരാകേണ്ടി വരും. സംഭവത്തെക്കുറിച്ച് കാട്ടാക്കട പഞ്ചായത്തിൽ പരാതി ലഭിക്കുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ സെക്രട്ടറിയും പ്രസിഡന്റും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ചതായും അതിന്റെ അടിസ്ഥാനത്തിൽ 60ഓളം സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി 30 ദിവസം സമയം കൊടുത്തതായും അനധികൃത നിർമ്മാണം കണ്ടെത്തിയാൽ പ്രോസിക്യൂഷൻ നടപടി ഉൾപ്പെടെ സ്വീകരിക്കണമെന്നും സെക്രട്ടറി പറഞ്ഞു. ഈ ഒരു വിഷയം പഞ്ചായത്തിന്റെ ശ്രദ്ധയിലുള്ളത് തന്നെയാണ്.
ഈ പറഞ്ഞ ഇതൊരു കൈത്തോടാണ്. അതായത് മുണ്ടപ്പള്ളിക്കോണം കൈത്തോടെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. നമ്മൾ കാട്ടാക്കട ഒറ്റശേഖരമംഗലം റോഡിൽ SBIയുടെ ഓപ്പോസിറ്റ് ഒരു 100 മീറ്റർ താഴേക്ക് ചെല്ലുമ്പോൾ അവിടുന്ന് തുടങ്ങി നമ്മുടെ കുളത്തുമ്മൽ തോടിൽ ചെന്ന് ചേരുന്ന ഒരു കൈത്തോടാണ് ഈ മുണ്ടപ്പള്ളിക്കോണം തോട്, കൈത്തോടെന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ തോടിൻ്റെ സമീപത്തുള്ള വീട്ടുകാർ അവരൊരു മാസ് പെറ്റീഷൻ ഇവിടെ തന്നു. ആ മാസ് പെറ്റീഷനിൽ പറയുന്നത് PWD ഓടയിൽ നിന്നുള്ള മാലിന്യം ഒഴുകി ഈ കൈത്തോട്ടിലൂടെ വന്ന് ആ കൈത്തോട് വളരെ വൃത്തിഹീനമായി ആ സമീപത്ത് താമസിക്കുന്നവർക്ക് ഒരുപാട് പലതരത്തിലുള്ള പകർച്ചവ്യാധികളും അതേപോലെ തന്നെ ത്വക്ക് രോഗങ്ങളും ഒക്കെ പിടിപെട്ടിട്ടുണ്ട്. അവരുടെ സ്വൈര്യജീവിതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അസഹനീയമായിട്ടുള്ള ഗന്ധമാണ് അവിടെ അനുഭവപ്പെടുന്നത് എന്ന് പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനും നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഇവിടുത്തെ ജൂനിയർ സൂപ്രണ്ട് അടങ്ങിയ ഒരു ടീം ഞങ്ങൾ ഈ കൈത്തോടിൻ്റെ തുടക്കം മുതൽ ഈ പറഞ്ഞ SBIയുടെ ആ മുൻവശം വരെയുള്ള ഭാഗം നമ്മൾ പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ ആ പ്രദേശത്തുള്ള പല വീടുകളും പല സ്ഥാപനങ്ങളും ഈ കൈത്തോട്ടിലേക്ക് കൈത്തോട്ടിലേക്ക് പതിക്കത്തക്ക രീതിയിലുള്ള മലിനജല കുഴൽ സ്ഥാപിച്ചിരിക്കുന്നതായി കണ്ടു. അതേപോലെ തന്നെ നമ്മുടെ കാട്ടാക്കട ജംഗ്ഷനിൽ ട്രഷറിയുടെ അടുത്ത് നിന്ന് ആരംഭിക്കുന്ന PWD ഓട, അത് നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷൻ അതേപോലെ KSEB, ആ KSEBയുടെ ഓപ്പോസിറ്റ് കട്ട് ചെയ്ത് തിരിച്ച് അത് SBIയുടെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വന്ന് ഈ മുണ്ടപ്പള്ളിക്കോണം തോട്ടിലേക്ക് ആ മാലിന്യം പോകത്തക്ക രീതിയിൽ ഓട സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ നോക്കിയപ്പോൾ ഈ പ്രദേശത്ത് ഉള്ള, അതായത് ട്രഷറി മുതൽ നമ്മൾ ഈ കാട്ടാക്കട ഒറ്റശേഖരമംഗലം റോഡിലുള്ള SBIയുടെ മുൻവശം വരെയുള്ള സ്ഥലങ്ങളിലുള്ള സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങളിലുള്ള മലിനജല കുഴൽ ഈ PWD ഓടയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ അത് പ്രാഥമികമായിട്ടുള്ള നമ്മുടെ ഒരു നിഗമനം മാത്രമാണ്. ആ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിപ്പോൾ ട്രഷറി മുതൽ തിരിച്ച് ചൂണ്ടുപലക വരെയുള്ള എല്ലാ കടകൾക്കും ഞങ്ങൾ നോട്ടീസ് ഇഷ്യൂ ചെയ്തു. അതായത് നിലവിലുള്ള പൊതുജനാരോഗ്യ നിയമപ്രകാരവും പഞ്ചായത്തി രാജ് നിയമപ്രകാരവും പൊതു ഇടങ്ങളിലേക്ക് മലിനജലം ഒരു കാരണവശാലും ഒഴുക്കിവിടാൻ പാടില്ല. അങ്ങനെ ഒഴുക്കിവിടുന്നത് ഗുരുതരമായ കുറ്റമാണ്. അങ്ങനെ ഒഴുക്കിവിട്ടത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 50,000 രൂപ വരെയുള്ള പിഴയും പ്രോസിക്യൂഷൻ നടപടികളുമാണ് നമ്മുടെ പഞ്ചായത്തി രാജ് നിയമത്തിലും പൊതുജനാരോഗ്യ നിയമത്തിലും പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മൾ 30 ദിവസത്തെ സമയം അത്തരത്തിൽ ആരെങ്കിലും മലിനജല കുഴല് ഈ പറഞ്ഞ PWD ഓടയിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റി സ്ഥാപിക്കുന്നതിന് 30 ദിവസത്തെ സമയം അനുവദിച്ചുകൊണ്ട് നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇഷ്യൂ ചെയ്തത് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ഉള്ള എല്ലാ സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖല, സ്വകാര്യ വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ 30 ദിവസത്തിന് ഇനിയും ഏകദേശം ഒരു 20 ദിവസം കൂടെ ബാലൻസ് ഉണ്ട്. ഇതിനിടയിൽ ഇത് റെക്ടിഫൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് PWDക്ക് ഞങ്ങൾ കത്ത് കൊടുക്കുന്നുണ്ട്. കാരണം PWD ഓടയാണ്, PWD ഓടയിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. PWDക്ക് കത്ത് കൊടുത്തുകൊണ്ട് ഈ സ്ലാബ് മൊത്തം ഞങ്ങൾ ഇളക്കും. സ്ലാബ് ഇളക്കി ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ മലിനജല കുഴൽ PWD ഓടയിൽ കണക്ട് ചെയ്തിട്ടുള്ളതായിട്ടും അതിൽ നിന്നുള്ള മലിനജലം ഒഴുകി ഈ പറഞ്ഞ തോട്, അതായത് മുണ്ടപ്പള്ളിക്കോണം കൈത്തോട്ടിലേക്ക് വരുത്തക്ക രീതിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് എങ്കിൽ അവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികളും അതേപോലെ തന്നെ ഫൈൻ ചെയ്യുന്ന നടപടിയും പഞ്ചായത്ത് സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കും എന്നുള്ളതും നമ്മുടെ നോട്ടീസിൽ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. മാലിന്യമുക്ത കേരളമാണ് കാട്ടാക്കട പഞ്ചായത്തും ആഗ്രഹിക്കുന്നത്. വന്നിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയും വിഷയത്തിന്റെ പരിഹാരത്തിനായി നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. പരിഹാരം കണ്ടില്ലെങ്കിൽ PWDയുടെ അനുവാദത്തോടുകൂടി ഓടയുടെ സ്ലാബ് മാറ്റുകയും പരിശോധനയിൽ കണ്ടെത്തുന്ന അനധികൃതമായ നിർമ്മാണങ്ങൾക്ക് മുഖം നോക്കാതെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. മാലിന്യമുക്തമാവണം നമ്മുടെ ഗ്രാമം
എന്ന കാഴ്ചപ്പാട് ഞങ്ങൾ ഉയർത്തി മുന്നോട്ട് പോകുന്നൊരു പഞ്ചായത്ത് ഭരണസമിതിയാണ്. വിവിധങ്ങളായിട്ടുള്ള ജലസ്രോതസ്സുകളെ മലിനപ്പെടുത്താൻ ചില സാമൂഹ്യ വിരുദ്ധർ തന്നെ പറയാം, അത്തരക്കാർ ശ്രമിക്കുന്നുണ്ട്. കുളത്തുമ്മൽ തോട്ടിൽ തന്നെ ടോയ്ലറ്റ് മാലിന്യം സ്വകാര്യ വ്യക്തി ടാങ്കർ കൊണ്ടുവന്ന് അടിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേസെടുത്ത് അയാൾ ശിക്ഷിക്കപ്പെട്ട സ്ഥിതിയാണ്. പഞ്ചായത്ത് അത്തരക്കാർക്കെതിരായിട്ടാണ് നിയമ നടപടി സ്വീകരിച്ചു പോരുന്നത്. ഇവിടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട മുണ്ടപ്പള്ളി കോണത്ത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ജലസ്രോതസ്സിൽ ഇത്തരത്തിലുള്ള അഴുക്കുമാലിന്യങ്ങൾ ഒഴുക്കി വിടുന്നു എന്നതിനെ സംബന്ധിച്ചൊരു ചർച്ചയും അതിനനുസരിച്ച് പരാതിയൊക്കെ കൂടെ വന്നു. ഞങ്ങൾ പോയി സ്ഥലം പരിശോധിച്ചതാണ്. ഇവിടുത്തെ ചില സ്വകാര്യ കടകളിൽ നിന്ന് പോകുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത് PWD ഓട തുറന്ന് പരിശോധിച്ചാൽ മാത്രമേ അത് ആരുടെയെല്ലാം സ്ഥലത്തു നിന്നാണ് പോകുന്നത്, ആരാണ് ഇതിന് ഉത്തരവാദി എന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയൂ. നിലവിൽ PWDക്ക് കത്തെഴുതാൻ വേണ്ടി പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. PWDയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് ആരനാട് മലയൻകീഴ് വിഭാഗം AEയുടെ ഓഫീസുകളിലേക്ക് ഒരു മീറ്റിംഗ് തന്നെ നമ്മൾ പഞ്ചായത്തിനകത്ത് വിളിച്ചു കൂട്ടി അത് പരിശോധന നടത്താൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളതിൻ്റെ കത്ത് മിനിസ്സായി കൊടുത്തിട്ടുണ്ട്. ഓടകൾ പൊളിച്ചു മാറ്റി ഏതെല്ലാം സ്വകാര്യ സ്ഥാപനങ്ങളുടെയോ സ്വകാര്യ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഇതര സ്ഥാപനങ്ങളിൽ നിന്നോ വരുന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും അത്തരക്കാർക്കെതിരെ കർക്കശ നടപടി സ്വീകരിക്കാൻ പഞ്ചായത്ത് ബാധ്യതയുണ്ട്. ആ ബാധ്യത നമ്മൾ പൂർത്തീകരിക്കണം. മുണ്ടപ്പള്ളിക്കോണത്ത് വർഷങ്ങളായി ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് താമസിക്കുന്നത്. നേരത്തെയും പരാതി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട MLA IB സതീഷിന്റെ സാന്നിധ്യത്തിൽ കാട്ടാക്കടയിൽ നിന്നും ചാരുപാറ വരെയുള്ള ഓടകളുടെ സ്ലാബ് ഇളക്കി പരിശോധിക്കുകയും അനധികൃതമായി കണ്ടെത്തിയ എല്ലാ നിർമ്മാണങ്ങൾക്കും ഫൈൻ ഈടാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ പരിശോധന നടത്തി കണ്ടെത്തുന്ന ഏത് സ്ഥാപനമായാലും ഏത് വീടായാലും ലൈസൻസുള്ള സ്ഥാപനമാണെങ്കിൽ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞത്. കുറേയധികം തുടക്കം മുതൽ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ ഓടയിൽ നിന്ന് മലിനജലം വരുന്നു എന്ന് പറഞ്ഞ് നിരവധിയായിട്ടുള്ള പരാതികൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് ലഭിച്ചിട്ടുണ്ട്. കാട്ടാക്കട റോഡ് പണിയുന്ന സമയത്ത് മുഴുവൻ കടകളുടെയും സ്ലാബ് ഇളക്കി നോക്കി മാലിന്യം ഓടയിലേക്ക് വിടുന്ന കടകൾക്ക് നോട്ടീസ് കൊടുക്കുകയും അവർക്ക് ഫൈൻ ഈടാക്കുകയും MLAയുടെ സാന്നിധ്യത്തിൽ MLA അടക്കം വന്ന് നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും, കാട്ടാക്കട പഞ്ചായത്ത് ഭരണസമിതിക്ക് ഇനി ഏത് കടയായാലും ഏത് വീടായാലും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി വരുന്ന മാലിന്യങ്ങൾ, ഈ കുളത്തമ്മൽ തോടെന്ന് പറയുന്നത് നൂറുകണക്കിന് ആളുകൾ കുളിക്കുകയും അലക്കാൻ ഉപയോഗിക്കുകയും തുണി അലക്കാനും ഉപയോഗിക്കുകയും ചെയ്യുന്ന തോടാണ്. ആ തോട് ഒരു കാരണവശാലും മലിനമാക്കാൻ പഞ്ചായത്ത് ഭരണസമിതി അതിന് ഒരു സഹായവും ചെയ്യില്ല. അത്തരത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ അന്വേഷണത്തിൽ കണ്ടുപിടിക്കുന്ന മുറയ്ക്ക് കൃത്യമായും കർശനമായ നടപടി സ്വീകരിക്കും. ഏതെങ്കിലും പഞ്ചായത്തിൻ്റെ ലൈസൻസ് ഉള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളാണ് ഇത്തരത്തിൽ അവരെ ഈ മാലിന്യങ്ങൾ വിടുന്നെങ്കിൽ ആ ലൈസൻസ് അടക്കം റദ്ദ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാട് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കും. അതിൽ ഒരു തർക്കവുമില്ല. എന്നാൽ സംഭവത്തിൽ പ്രദേശവാസികളുടെ ആരോപണത്തിൽ കാട്ടാക്കടയിലെ പ്രമുഖ സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്വേഷിക്കുകയും അന്വേഷണത്തിൽ ആ സ്ഥാപനത്തിൽ നിന്നും തോട്ടിലേക്ക് മാലിന്യം വരുന്നതിനുള്ള ഒരു നിർമ്മാണങ്ങളും നടത്തിയിട്ടില്ലെന്നും നിലവിലെ ഏറ്റവും പുതിയ ടെക്നോളജി ഉപയോഗിച്ച് മാലിന്യജലത്തെ റീസൈക്കിൾ ചെയ്ത് പിറ്റുകളിലേക്ക് പോകുന്നതായും മാനേജ്മെന്റ് പറഞ്ഞു.